ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് ബിബിൻ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. സുഖമായിട്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആക്ച്വലി മെഡിക്കൽ ലീവിലാണ്. കറൻ്റ്ലി ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല, റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, 37+ വീക്സാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനോ കൂടുതലായിട്ട് ഓടി നടക്കാനോ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല. അപ്പം ഞാൻ കരുതി നമുക്ക് മെഡിക്കൽ ലീവിലേക്ക് പോകണം, അല്ലെ റെസ്റ്റിലേക്ക് പോകേണ്ട ഒരു സ്റ്റേജായി. കാരണം നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല പ്രഷറുണ്ട്, ഡൗൺ പ്രഷറുണ്ട്. അപ്പോൾ ഒട്ടും വയ്യ. കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്ക് നിൽക്കേണ്ട അവസ്ഥയാണ്, കുറേ നേരം നിന്ന് കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കായി. അപ്പം ഡോക്ടേഴ്സ് പറയും നമുക്ക് മാക്സിമം ക്രിട്ടിക്കൽ സ്റ്റേജാണിത്. അപ്പോൾ മാക്സിമം നടക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നടക്കുക, അതിനെന്താ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക, എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നം കൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഏറ്റവും നല്ല ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം നിലവിൽ ജോലി ചെയ്യുന്നില്ല, ജോബിന് പോകാതെ ഞാനിപ്പം വീട്ടിലിരിക്കുകയാണ്. അതാണൊരു കറണ്ട് സിറ്റുവേഷൻ. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് നമുക്കൊരു എന്താണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും എന്നെ കൊണ്ട് ഈ സമയത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്തു, എന്നെപ്പോലെയുള്ള സഹോദരിമാർ ഈ സമയത്ത് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിൽ, ഡെലിവറിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ ആവട്ടെ എൻ്റെ വാക്കുകളെന്ന് ഞാനിങ്ങനെ ഓർത്തോട്ടെ. അപ്പം ഞാൻ ഓർത്ത് ആ ഒരു ടോപ്പിക്ക് എടുക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിതെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ഡിലേ ആകുന്നില്ല. തംബ്നെയിൽ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നുമില്ല, ആദ്യം തന്നെ പറയാനുള്ളത്, ലേബർ പെയിൻ എന്ന് പറയുന്നത് അത് ബ്ലെസ്സിങ് ആണ്. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതൊരു പെയിനായിട്ട് എടുക്കാതിരിക്കുക, ഒരു പെയിനായിട്ട് എടുക്കുക വേണ്ട. ഈ ലേബർ പെയിൻ ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറഞ്ഞത് ഞാൻ മറ്റൊരു രീതിയിലല്ല, നിങ്ങൾക്ക് ഞാൻ സംസാരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ആദ്യം ബ്ലെസ്സിങ് എന്ന് പറഞ്ഞതെന്ന് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്കിത് 3ാമത്തെ ബേബിയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബേബിയുടെ എക്സ്പീരിയൻസ്, ആ ബേബി വന്ന എക്സ്പീരിയൻസ് അല്ല 2ാമത്തെ ബേബി വന്നത്. 2ാമത്തെ ബേബി വന്ന ആ ഒരു ഇതുപോലെയല്ല ഇപ്പോൾ ഇതുവരെയുള്ള ഒരു പ്രഗ്നൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. എല്ലാം നല്ല വ്യത്യാസമാണ്, ഓരോന്നും ഓരോ ഇതാണല്ലോ. അപ്പോൾ ആ ഒരു മൂന്ന് സ്റ്റേജും നമ്മൾ കടന്നു വരുന്നത് 3 പ്രഗ്നൻസിയും, അതായത് എൻ്റെ അറിവിൽ വളരെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം ലേബർ പെയിൻ ആണെങ്കിലും ലേബറിൽ പോയതാണെങ്കിലും എല്ലാം വ്യത്യാസമുണ്ട്. സോറി. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, നിങ്ങൾക്ക് ഗുണമാകാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ബേബി പ്രഗ്നൻസിയിലായുള്ള സമയത്ത് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നത്, ഇതൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി നമുക്കൊരു എക്സ്പീരിയൻസ് വരിക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു മാസ്റ്റർ അല്ലേ. അപ്പോൾ അത് അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ യൂട്യൂബിൽ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിരുന്നു, എങ്ങനെയായിരുന്നു എന്തായിരുന്നു. പക്ഷേ അത്രയും അങ്ങ് ഞാൻ ഇൻവോൾവ് ആയില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ കേട്ടാലും, ആരൊക്കെ നമുക്ക് പറഞ്ഞു തന്നാലും, നമുക്കൊരു എക്സ്പീരിയൻസ് വന്നാലേ നമ്മൾ അതിനകത്ത് ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ എൻ്റെ ആ ഒരു ഇതിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഇത്രയും ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക്, ഞാൻ സ്റ്റേജിലേക്ക്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു കാര്യമേ അല്ല ലേബർ പെയിൻ എന്ന് പറയുന്നത്. പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. സത്യം പറഞ്ഞാൽ വൺ വേ ഇതൊരു സഹായമാണ്. ആ ലേബർ പെയിൻ വരുന്ന ഒരു സഹായമാണ്. എന്താണ് ഇതിൻ്റെ ഒരു ടോപ്പ് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെയിൻ വരുന്നതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പെയിൻ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും ആദ്യത്തെ 3 മാസത്തെ നമ്മുടെ ബുദ്ധിമുട്ട് അറിയാം, 2ാമത്തെ 3 മാസം ബുദ്ധിമുട്ട് അറിയാം, 3ാമത്തെ 3 മാസം അറിയാം. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് 3 മാസത്തെ ആ 3 മാസം തീരുന്നിടം വരെ നമുക്ക് എന്തുണ്ടാവും, പലർക്കും പല രീതിയിലായിരിക്കും കേട്ടോ. പലർക്ക് ചിലപ്പോൾ നമുക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും. എന്തായാലും വൊമിറ്റിംഗ് ഒരു കോമൺ സിംറ്റംസ് ആണ്, നമുക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ട്രൈമസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആദ്യത്തെ 3 മാസം നമുക്കൊരു ക്ഷീണവും, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചില സമയത്ത് നമുക്കറിയില്ല, നമുക്കിങ്ങനെ തല ചുറ്റുന്ന പോലെ തോന്നും. ചില സമയത്ത് നമുക്കൊരു റിലേ കട്ടാവും, ചില സമയത്ത് ഒരു കിളി പറന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്, നമ്മളിങ്ങനെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് പോകും. എല്ലാം ഒരു ടഫായിട്ടുള്ളൊരവസ്ഥയാണ്.
അപ്പം നമ്മളിങ്ങനെ എന്താ പറയണേ, ഒരു ഒരു വിറങ്ങലിച്ച അവസ്ഥ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒന്നൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാവും. നമ്മുടെ മൈൻഡ് മാറും, ഇമോഷണലി നമ്മൾ ഇംബാലൻസ് ആവും. ഇപ്പം ഞാനാരാണെന്ന് ചോദിക്കുന്ന അവസ്ഥയുള്ള ഇതിലേക്ക് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റിലേ കട്ടായൊരവസ്ഥയായിരിക്കും ഫസ്റ്റ്. പിന്നെ നമ്മൾ സെക്കൻഡ് ആകുമ്പോഴത്തേക്ക്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഫ്രീ ആകും. നമുക്ക് കുറച്ച് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ക്ഷീണമൊക്കെ കുറഞ്ഞ് നമ്മളത് നോർമൽ പ്രഗ്നൻസി ആണെങ്കിലും നമ്മൾ പ്രഗ്നൻ്റ് ആണോ എന്നുള്ള ഡൗട്ടിലേക്ക് വരും. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് ഓക്കെ ആകും. അത് കഴിഞ്ഞ് തേർഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങും. കാരണം കൊച്ചിൻ്റെ പ്രഷർ താഴോട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഓൾവേസ് വാഷ്റൂം പോകാനുള്ള ഫീല് വരും, ആ ഒരു ഇതിലേക്ക് വരും, യൂറിനേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരിതിലേക്ക് വരും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ട്രിമസ്റ്റർ ഞാനിങ്ങനെ പറഞ്ഞു പോകാൻ കാര്യം, അത് ആ മൂന്നാമത്തെ കഴിഞ്ഞ് വരുമ്പം, അതായത് ഒരു 35 ടു ആ 8 മാസം പകുതി ആകുമ്പോഴത്തേക്കും നമുക്ക് തുടങ്ങുന്ന ചില വ്യത്യാസങ്ങൾ. അന്നേരം തൊട്ടാണ് നമുക്ക് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡിക്ക് പേടി തുടങ്ങാനുള്ള ചാൻസ്. അപ്പം ഞാൻ ഈ 2 പ്രഗ്നൻസിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, 8 മാസം പകുതി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ബ്രാക്സ്റ്റൺ കിക്സ് പറയുന്നത്, നമുക്കൊരു ഫാൾസ് ലേബർ പെയിനൊക്കെ ചെറുതായിട്ട് ഈ വയറിൻ്റെ ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു പുഷ് തോന്നാൻ ചാൻസ് ഉണ്ട്. ഒരു വലിഞ്ഞ മുറുക്കോ കൺട്രാക്ഷൻ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുകളിയും താഴേന്ന് മുകളിലോട്ടും അങ്ങനെ ഒരു ഫീൽ വരും. അപ്പോൾ ഈ വലിഞ്ഞ് മുറുകുന്നൊരവസ്ഥ വരും. ഈ ഒരു അവസ്ഥ വരുമ്പം നമ്മൾ വിചാരിക്കും, ദൈവമേ ഇത് ലേബർ പെയിൻ ആണോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് ഉടനെ ഡെലിവറി ആകുമോ, ഞാൻ ലേബറിൽ പോകണോ, അപ്പം ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണോ, ഡോക്ടറെ കോൺടാക്ട് ചെയ്യണോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു നേരത്തെ തൊട്ടൊരു സ്പോർട്സ് ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിസിക് എന്ന് പറഞ്ഞാലും ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം ഒട്ടും നമുക്ക് പേടിക്കണ്ട. നമുക്ക് ആ സമയത്തൊരു പേടി വരും. ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ നമുക്കൊരു പേടി വരും, ഇതിൻ്റെ ആഫ്റ്റർ എന്താണ്, ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, ഹോസ്പിറ്റലിൽ ചെന്നാൽ ആദ്യം എന്നാ ചെയ്യുന്നത്, നമുക്ക് പേടിക്കേണ്ടി വരുമോ, നമ്മൾ ഭയങ്കര പെയിനാണോ, ഇതെന്താ ഒരു സംഭവം, നമ്മൾ ഇതുവരെ കേട്ട് വെച്ചേക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് കേട്ട് വെച്ചെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതാണ്, എക്സ്പീരിയൻസ് ആണ്. എന്നാലും നമുക്ക് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒത്തിരി വേദന അനുഭവിക്കണോ, ഒന്നുമില്ലെന്നല്ല, എല്ലാം ഉണ്ട്. നല്ല വേദനയുണ്ട്, മരിച്ചിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മളെല്ലാ സ്ത്രീകളും ഇതെല്ലാം സഹിക്കും. അത്രയും മരണ കവാടത്തിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വരിക എന്നല്ല, മരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക എന്ന് പറയുകയാണ് കുറച്ചുകൂടെ സത്യം. പക്ഷേ അത് നമ്മൾ സഹിക്കും. അതാണ് അതിൻ്റെ അമ്മയാകുക എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും കേൾക്കുന്നത് നമ്മൾ എന്തുമാത്രം സഹിച്ചിട്ടാണ്. ഈ ഡെലിവറിയുടെ സമയത്ത് മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ സഹിക്കുന്നതിനല്ല ഒരു അമ്മയാന്ന് പറഞ്ഞാൽ. പ്രഗ്നൻ്റ് ആവുമ്പം മുതൽ നമുക്ക് 9 മാസത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇമോഷണലി നമ്മൾ ഇംബാലൻസ് ആവും. നമുക്ക് ആരോട് എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സംസാരം, നമുക്ക് ദേഷ്യം എത്രമാത്രം പോകാൻ ചാൻസ് ഉണ്ട്, നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഫിസിക്കലി നമ്മൾ എന്തേലും മാറാൻ ഇതിലേക്ക് പോകുന്നുണ്ട്, നമ്മുടെ ഫിസിക്ക് മാറിപ്പോകുന്നുണ്ട്, നമുക്ക് ആരോഗ്യം മാറിപ്പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം തരണം ചെയ്ത് ലാസ്റ്റ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറയാം, ഡെലിവറി എന്ന് പറയുന്നത്. അതുവരെ 9 മാസം സഹിക്കുന്നത്, അത് ഈ അമ്മ നമ്മൾ സിനിമയിലും ഇതിലൊക്കെ നമുക്ക് ഇപ്പോഴും കേൾക്കാം, ദിലീപ് പറയുന്നുണ്ടല്ലോ, അമ്മ എന്നെ ഒരു 9 മാസം ചുമന്ന് അമ്മ ഇങ്ങോട്ട് കയറിയിരിക്കും, ഞാൻ 12 മാസം ചുമക്കാമെന്ന് പറഞ്ഞ പോലെ. ആ ചുമക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് അല്ലേ എൻ്റെ വയറ്റിൽ ഞാൻ ചുമന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് പണ്ടൊക്കെ ഞാൻ ഓർക്കുമോ, വയറ്റിൽ കിടക്കുന്നതുകൊണ്ട് ഈ വെയിറ്റ് ഉള്ളതുകൊണ്ട് നടക്കാൻ പാട്. അതല്ല, അതിനകത്ത് അതൊന്ന് നടക്കാനേ പറ്റത്തില്ല. അതിനേക്കാളും ഉപരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വല്ലാത്ത സ്റ്റേജിൽ കൂടെ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് നമ്മുടെ ഹോർമോണും ചേഞ്ചായി, നമ്മുടെ മൈൻഡും മാറി, നമ്മൾ ഏതൊക്കെയോ തലത്തിക്കൂടെ പോയി അവസാനം എത്തുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം ഡെലിവറി കഴിഞ്ഞ് നമ്മൾ മരിച്ച് ജീവിച്ച് തിരിച്ച് വന്നു കഴിഞ്ഞ് കൊച്ചിനെ കണ്ടു കഴിയുമ്പോൾ ഉള്ള സന്തോഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 2 വർഷം എടുക്കും നമ്മുടെ ഹോർമോൺസൊക്കെ ഒന്ന് ബാലൻസായി എല്ലാം നമ്മളൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാലയളവെന്ന് പറയുന്നത് നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊരു മൽപ്പിടുത്തം, ഭർത്താക്കന്മാരായിട്ടുള്ളൊരു മൽപ്പിടുത്തം, കുടുംബത്തിലെ അവസ്ഥ, പിന്നെ ജോബ്, അതിൻ്റെ പ്രഷർ, ഇങ്ങനെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും
നമുക്കൊരു കിളിപോയ അവസ്ഥയാവും. അങ്ങനെ കിളിപോയ അവസ്ഥയായിട്ട് ഞാൻ ചുമ്മാ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ട് ചുമ്മാ ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ കിളിയില്ലെന്ന് പറയാം. അതാണൊരു കറക്റ്റ് സത്യാവസ്ഥ. അങ്ങനെയാണ്, അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ ഇരിക്കുന്ന കാര്യം പറഞ്ഞ ഭർത്താക്കന്മാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ അല്ല ബ്രദേഴ്സ്, അല്ലെങ്കിൽ ആര് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അറിയില്ലാത്തവർ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. ആ സ്റ്റേജെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കണം. ഒരുപക്ഷെ ഭർത്താക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന് അവരുടെ ഭാര്യമാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനുള്ള മൈൻഡ്, അല്ലെ ലേബർ റൂമിൽ കയറുന്ന ഒരവസ്ഥ ഭർത്താക്കന്മാർക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരു സ്ത്രീ അവനവൻ്റെ ഭാര്യ എന്തുമാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു വലിയ ഹെൽപ്ഫുള്ളാണ്. അതിനുശേഷം നമുക്ക് ലൈഫിലേക്ക് വരുമ്പം നമുക്ക് ബാക്കി കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബാക്ക് ടു ലൈഫ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്, ആ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചതെന്ന് കണ്ടു കഴിയുമ്പം റെസ്പെക്റ്റും, സത്യം പറഞ്ഞാൽ ആ ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഒരു പരിധിവരെ ഭർത്താക്കന്മാർ ലേബർ റൂമിലുണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറയുന്നത്. അത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സ്യൂട്ട് റൂമിൽ എന്ന് പറഞ്ഞാൽ സ്യൂട്ട് റൂം എടുക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യും? അപ്പോൾ എല്ലാവരും അതൊന്ന് ജസ്റ്റ് ഭർത്താവ് ഒന്ന് കൂടെ നിൽക്കുന്നതിന് ഇത്ര കാര്യമുള്ളൂ. അത് എല്ലായിടത്തും ഒന്ന് എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പെർമിഷൻ കിട്ടി നമുക്കത് ഓക്കെ ആണെന്നുള്ള ഒരു കൺഫേം ആയിട്ട് വരുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സ്റ്റോറി, എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി സ്റ്റോറിയും രണ്ടാമത്തെ പ്രഗ്നൻസി സ്റ്റോറിയും ഇപ്പോൾ മൂന്നാമത്തെ ഞാൻ ഇപ്പം എനിക്ക് യൂട്യൂബ് ഉണ്ടല്ലോ, അപ്പോൾ നേരത്തെ ഈ സമയത്ത് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ പ്രഗ്നൻസിയുടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷനിൽ ഞാൻ ഏതൊക്കെ സിറ്റുവേഷനിൽ കടന്നു പോകുന്നതെന്ന് പരമാവധി ക്യാച്ച് ചെയ്യാൻ നോക്കാം, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ കാരണം പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ്. അന്നേരം നമ്മൾ വീഡിയോ എടുക്കാൻ പോകണോ അല്ലേ നമ്മുടെ മൈൻഡ് മാറിപ്പോകും. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തല പൊട്ടുവാണോ, മുഖം ഇങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഭയങ്കര അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്കൊന്നും ആ സമയത്ത് പറ്റത്തില്ല. എന്നാലും ഒരു പരിധി വരെ എന്തുമാത്രം ചെയ്യാൻ പറ്റുമോ അത്ര ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കോ അല്ലെ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുന്ന സമയത്തോ ഏത് അവസ്ഥയിലാണ് നമ്മുടെ അവസ്ഥ എന്ന് അറിയത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ചെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഓരോ എപ്പിസോഡിൽ ഞാൻ അടുത്തൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി എൻ്റെ എക്സ്പീരിയൻസ് എന്നായിരുന്നു ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ജനറലി നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നത് 8ാം മാസം പകുതിയാകുമ്പോൾ അല്ലേ, 8ാം മാസം പകുതിയാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ലേബർ കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അത് ഡെലിവറിക്കുള്ളതല്ല, ഫോൾസ് ലേബറാണ്. അപ്പോൾ ഈ ഫോൾസ് ലേബർ വന്നു കഴിയുമ്പോൾ നമ്മൾ ആരും പേടിക്കരുത്. ഫോൾസ് ലേബർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എ പ്രാക്ടീസ്. ഡെലിവറിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു വരാനായിട്ട് യൂട്രസ് എടുക്കുന്ന പ്രാക്ടീസാണിത് വിത്ത് ബേബി. ബേബിയും അത് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് പറയുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിയുമ്പോൾ ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി വരാം. പക്ഷേ എൻ്റെ ഫിസിക്കലി നടക്കുന്ന കാര്യം, എനിക്ക് തോന്നിയ കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞായിരുന്നത്. അപ്പം നമുക്ക് അത് നിങ്ങൾ ആ രീതിയിൽ ഉൾക്കൊള്ളുവാണെങ്കിൽ നിങ്ങൾക്കും അത് നിങ്ങളുടെ ബോഡി ഏത് രീതിയിൽ പോകുന്നുണ്ടെന്ന് നിങ്ങൾ ട്രാക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആ ബേബിയും യൂട്രസ് ചെയ്ത് നമ്മൾ മൊത്തത്തിൽ ബേബീനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസാണ് ലേബർ കോൺട്രാക്ഷൻ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മാസം പകുതിയാകുമ്പോൾ ഫോൾസ് ലേബർ തുടങ്ങും. അതോർത്താരും പേടിക്കുകയേ വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടില്ലേ, ഇത്ര മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്നുണ്ടോ, അതിന് കൺസിസ്റ്റൻസി ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് ആണോ, കഴിഞ്ഞ് അരമണിക്കൂറാണ് കഴിഞ്ഞെങ്കിൽ ഫാൾസ് ലേബറാണ്. ഒന്നുമില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ചെറിയ കൺട്രാക്ഷൻ വരികയാണെങ്കിൽ ഏറ്റു നടക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക, അപ്പോൾ തന്നെ അത് പോകും. അത് മാത്രമല്ല ഈസിയാണ്, സഹിക്കാൻ പറ്റുന്ന ഒരു പെയിനാണത്. നമ്മുടെ പെയിൻ നമുക്കേ അറിയത്തുള്ളൂ. എന്നാലും ആ കൺട്രാക്ഷൻ നമുക്കിങ്ങനെ അടിവയറ്റിൽ താഴോട്ട് കുത്തൽ പോലെ പ്രഷർ ചെല്ലും. അതപ്പം തന്നെ തീരും. ഒരു 30 to 40 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ നീളം, ആ ഒരു രീതിയിലേക്ക് അത് തീരും. അത് തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേറ്റ് നടക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് വരുന്നില്ല, പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞ് വരുന്നില്ല, തീർന്നു. ഇപ്പോൾ എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ സ്റ്റോറിയാണ് ആ സമയത്ത്. കാരണം എനിക്ക് ആകെപ്പാടെ ഡൗട്ടായിപ്പോയായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, അത് കാണണം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒട്ടും പേടിക്കേണ്ട, റിലാക്സ് ആയിട്ട് നടക്കുക. 8 മാസത്തെ സമയത്ത് ഒരിക്കലും നല്ല, ഒന്നുകിൽ നമുക്ക് ഹെൽത്ത് വൈസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷുഗർ പ്രശ്നം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഷുഗർ പ്രശ്നം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഡേഞ്ചറാണ്. നിങ്ങൾക്ക് ഒരു 8 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 8 മാസം അല്ലെങ്കിൽ 7.5 കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നി അന്നേരം ഹോസ്പിറ്റലിൽ പോകാമെന്നേ ഉള്ളൂ, വേറെ ഒന്നും നോക്കണ്ട. നമുക്ക് പോകുന്ന പാടേ ഉള്ളൂ, ഹോസ്പിറ്റൽ വരെ പോകുന്ന പാടേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും, നമുക്കൊരു റിസ്ക് ഇല്ല. പക്ഷേ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് എനിക്കിപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ 3ാമത്തെ ബേബി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഇപ്പോൾ ഏത് സ്റ്റേജാണ്, ഇപ്പോൾ എന്ത് പറ്റി, അല്ലെ എന്താ എനിക്ക് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആദ്യമായിട്ടൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഫസ്റ്റ് ലേബർ കോൺട്രാക്ഷൻസ് ഇങ്ങനെ തുടങ്ങി വരുന്ന കാലത്ത് ഒട്ടും പേടിക്കേണ്ട, വലിഞ്ഞു മുറുകുന്ന പ്രാക്ടീസ് മാത്രമാണ്. ഇതെന്താണ് ടിപ്പ് അല്ലെങ്കിൽ എന്താണ് ഇത് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 5 മിനിറ്റ് കൂടിയപ്പോൾ ഒരു കോൺട്രാക്ഷൻ വന്നിട്ട് നമുക്ക് പെയിനെല്ലാം വന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെയിൻ വന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നു. അപ്പം നിങ്ങൾക്ക് അറിയുന്നില്ല ഇത് ഫോൾസ് ലേബർ ആണോ ട്രൂ ലേബർ ആണോ എന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നിരിക്കട്ടെ, നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇതുപോലെ ശക്തിയായിട്ടുള്ള വേദന വരുന്നുണ്ടെങ്കിൽ എമർജൻസിയിലേക്ക് പോരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യാൻ പോരുന്നോ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അഥവാ നിങ്ങൾ പോവുകയാണെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നടക്കുമ്പം ഇവർക്ക് നമ്മുടെ സെർവിക്സ് ഉണ്ടല്ലോ, അതായത് ഗർഭാശയമുഖം, അതായത് സർവീസ് ഡയലേറ്റഡ് ആയിട്ടുണ്ടോ, അത് തിന്നാൻ തുടങ്ങിയിട്ടുണ്ടോ, അതറിയാൻ വേണ്ടിയിട്ട് അവർ PV ചെയ്യും. PV ചെയ്ത് നോക്കിയാൽ മാത്രമേ അവർക്ക് ഡയലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിന്നായിട്ടുണ്ടോ, ബേബിയുടെ തല താഴോട്ട് വരാൻ തുടങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ സ്പേസ് ആയിട്ടുണ്ടോ, 10 സെൻറ്റിമീറ്റർ അത് 0 to 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 10 സെൻറ്റിമീറ്റർ വരെ ആകുമ്പോഴാണ് നമുക്ക് ബേബി പുറത്തേക്ക് വരാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതുമായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതറിയാൻ വേണ്ടി അവരെന്ത് ചെയ്യും, PV ചെയ്യും. അപ്പോൾ ഈ PV ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് അവരുടെ കൈ ഫുള്ള് ഈ ഒരു എൽബോ ഇവിടുന്നിട്ട് കൈ അകത്തേക്ക് കയറിയിട്ടാണ് ഈ 2 വിരൽ വെച്ചിട്ട് അവർ ഫുള്ള് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളാകുമ്പോഴത്തേക്കും 10 അങ്ങനെ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെയിൻ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ആ സമയത്ത് വേദനയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പോകുകയെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ അവർ മാറ്റമുണ്ടോ ചേഞ്ച് ഉണ്ടോ ഇത് ഡയലേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഇത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഫോൾസ് ലേബർ. അപ്പം നമ്മൾ ഫോൾസ് ലേബർ ആണോ ട്രൂ ലേബർ ആണോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ട അവസ്ഥ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിൽ വരുന്ന വ്യത്യാസങ്ങൾ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട്. അതിൽ നമുക്ക് മൊബൈലിൽ വേണമെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ടൈമിംഗ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൺട്രാക്ഷൻ്റെ ടൈമിംഗ് ക്ലോക്കിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എഴുതി എടുക്കാം. അപ്പം ഞാൻ മൊബൈലിലൊരു ആപ്പിൽ കൺട്രാക്ഷൻ ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ആപ്പിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് പെയിൻ വരുന്ന സമയത്ത് സ്റ്റാർട്ട് കൊടുക്കുക, പെയിൻ പോകുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് 5 minutes to 5 minutes നമുക്ക് ആ ഒരു ബ്രേക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ട്രൂ ലേബറാണ്. അതല്ല നമുക്ക് ഫോൾസ് ലേബറായിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും തോന്നുന്നൊരു ഡൗട്ടാണ് നമുക്ക് ആണോ അല്ലയോ എന്നുള്ളത്. അത് ഇത്ര നോക്കിയാൽ മതി. നമുക്ക് ആദ്യത്തെ ഒരു കൺട്രാക്ഷൻ വന്നു, നമുക്കത് 5 minutes നമുക്കൊരു 1 മിനിറ്റിന് അടുത്ത് നിന്നു, അല്ലെങ്കിൽ 1 മിനിറ്റ് നിന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തത് വരുന്ന ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും. അത് നമ്മൾ 1 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 40 സെക്കൻഡ്സ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോടിടയ്ക്ക് നമുക്കൊന്ന് എഴുന്നേറ്റ് നടക്കുകയോ നമ്മൾ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വരുന്നത് ചിലപ്പോൾ അരമണിക്കൂറിന് ശേഷമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് 100% ഉറപ്പിക്കാം ഇത് ഫോൾസ് ലേബർ ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ പോകരുത്. കാരണം നമുക്ക് അരമണിക്കൂറും 1 മണിക്കൂറും 15 മിനിറ്റും കൂടുമ്പം വരുന്ന ഈ ഒരു ചെറിയ കൺട്രാക്ഷൻ, നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു കൺട്രാക്ഷൻ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് PV ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ അത് നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അതേ സമയത്ത് നമുക്ക് പെയിൻ വരുന്നൊരു ബ്ലെസ്സിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
നമുക്ക് ട്രൂ ലേബർ ആണെന്ന് ഉറപ്പിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ 5 മിനിറ്റ് കൂടുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ തവണ കുറഞ്ഞ് നമ്മൾ ആക്റ്റീവ് ലേബറിലേക്ക് പോകുന്നൊരു, അതായത് നമുക്ക് നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പം ഞാൻ എത്ര സെൻറ്റിമീറ്റർ ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും 2 സെൻറ്റിമീറ്ററിന് മുകളിൽ 4 സെൻറ്റിമീറ്റർ ഒക്കെ ആയ ആ ഒരു ഡയലേഷൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് ഇത്രയെങ്കിലും ഒരു 6 വരെയെങ്കിലും ഡയലേഷൻ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ പെയിൻ വന്നു പോയി നമ്മൾ ഉറപ്പിക്കുകയാണ് ട്രൂ ലേബർ ആണെന്ന്. അങ്ങനെ നമ്മൾ ഉറപ്പിച്ചിട്ട് ശേഷം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുമ്പം ഇവർ PV ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പെയിൻ ഉള്ളതുകൊണ്ട് PVയുടെ വേദന ഒരു വേദനയായിട്ടേ തോന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ PV ആണ് സത്യം പറഞ്ഞ ഒരു പ്രശ്നം. അത് ഡെലിവറി പെയിൻ നമുക്ക് എന്തായാലും സഹിച്ചേ പറ്റുള്ളൂ, അതിന് നമുക്ക് വേദന എടുത്ത് മാറ്റി വെക്കാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഈ ഡെലിവറി പെയിൻ ഉള്ള ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് PV എന്ന് പറയുന്ന വേദനയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അപ്പോൾ ട്രൂ ലേബർ ആണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചിട്ട് മാത്രം ഹോസ്പിറ്റലിൽ പോവുക. അതിനുശേഷമാണെങ്കിൽ പിന്നെ ലേബർ പെയിൻ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ, അത് നമുക്ക് വരും, അത് നമ്മൾ സഹിക്കുക. ആ സമയത്ത് ഡെലിവറി നടക്കുക, കഴിഞ്ഞു. അപ്പോൾ ഈ ലേബർ പെയിൻ വരുന്ന സമയത്ത്, അതായത് 6 to 7 ആ ഒരു സെൻറ്റിമീറ്റർ സമയത്ത് നല്ല പെയിനാവും, നല്ല നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആ സമയത്ത് നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. അതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്. 1 ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. രണ്ടാമത്തത് നമുക്ക് ഡീപ്പ് ബ്രീത്ത് ചെയ്ത് ഇൻഹീൽ ചെയ്യുക, എക്സീൽ ചെയ്യുക. അത് നമുക്ക് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ നല്ല പാടാണ്. സത്യാവസ്ഥ അതാണ്. ഇനി നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ മുഖം ഇങ്ങനെയൊക്കെ നമുക്ക് ഇപ്പം എനിക്ക് ആദ്യത്തിൽ അങ്ങനെയാണ് തോന്നി. നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് തണുപ്പ് കുറച്ച് മുഖത്ത് തുടയ്ക്കാൻ തോന്നും. നമുക്ക് കൂളിംഗ് ഒരവസ്ഥ, നമുക്ക് തലയൊക്കെ അങ്ങോട്ട് ചൂടാവുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണ്. അപ്പം കൈ രണ്ടും എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല, വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇതുപോലെ ചെയ്യ്, വേറൊരാൾ പറഞ്ഞു അതുപോലെ ചെയ്യ്, അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസിയിലുള്ള തോന്നലല്ലായിരുന്നു രണ്ടാമത്തെ ഡെലിവറിയുടെ സമയത്ത് നടന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ് ബെസ്റ്റ് ടിപ്പ്. നിങ്ങൾക്ക് ആ സമയത്ത് ഇത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താലാണോ ഒരാശ്വാസം കിട്ടുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് വീശി തരാൻ തോന്നുകയാണ്, അപ്പോൾ നമുക്ക് അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീശി തരാൻ പറയാം. ഇനി അടുത്ത ആരും ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്തായാലും ഒരു ബുക്കോ എന്തെങ്കിലും ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം. നമുക്കറിയത്തില്ല നമുക്ക് ആ സമയത്ത് എന്താ തോന്നുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തണുപ്പ് മുഖത്ത് തുടയ്ക്കാൻ തോന്നുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ പെട്ടെന്ന് സിസ്റ്റേഴ്സ് അടുത്തുണ്ടെങ്കിൽ അവരോട് പറയാം. ഇത് എനിക്കറിയാം, ഓരോ ഹോസ്പിറ്റലും ഓരോ സിറ്റുവേഷനിലും ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണോ അന്നേരം തോന്നുന്നത് അന്നേരം അത് ചെയ്യാന്നേ ഉള്ളൂ. അന്നേരം നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ആദ്യം ഇങ്ങനെ മുഖം ഇങ്ങനെ തിരുമാനം ഇങ്ങനെയൊക്കെ തുടയ്ക്കാൻ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. കാരണം തണുപ്പ് തലയ്ക്കങ്ങ് ചൂട് കയറുമല്ലോ, നമുക്കങ്ങ് പെയിൻ്റെ ഹയസ്റ്റ് ലെവലെത്തുമ്പോൾ നമുക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും ഈ നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ ആ ഒരു കമ്പി പോലെ 2 സൈഡിലുണ്ടെങ്കിൽ അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുക. നമുക്ക് ആരും ഇല്ല, അടുത്ത ആരും ഇല്ല എന്ന് മിക്കവാറും തന്നെ അടുത്ത ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി അടുത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ട്, അല്ലെങ്കിൽ അമ്മയുണ്ട്, ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യെ മുറുക്ക പിടിക്കുക. അതല്ലെങ്കിൽ എന്നുള്ളെങ്കിൽ ഈ ബെഡിൻ്റെ സൈഡിൽ 2 സൈഡിലും മുറുക്ക കൈപിടിച്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരാശ്വാസം കിട്ടും. അപ്പോൾ ആ വേദന വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരും. ആ ഹോൾഡ് ചെയ്തിട്ട് സമയത്ത് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക, അകത്തേക്ക് എടുക്കുക. അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ കൺട്രാക്ഷൻ്റെ സമയത്ത് പ്രാക്ടീസ് ചെയ്യുക, ഫോൾസ് ലെവലിൻ്റെ സമയത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആ സമയത്ത് നമുക്ക് എന്താണോ നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് അത് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ തല ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുകയോ, അല്ലെങ്കിൽ ശ്വാസം എടുത്തു വിടുവോ, അല്ലെങ്കിൽ മുഖം ഇങ്ങനെ തുടയ്ക്കുകയോ, അല്ലെങ്കിൽ 2 സൈഡിലിങ്ങനെ. ആ സമയത്ത് മറ്റ് ഇഞ്ചുറികളൊന്നും വരാതെ സൂക്ഷിക്കുക.
അടുത്തുള്ളവരെ കൈ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ ഒരു വീശി തരാൻ പറയുക അടുത്തുണ്ടെങ്കിൽ. ഇതൊക്കെ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുഷ് ചെയ്യാൻ പറയുമ്പോൾ മാത്രം പുഷ് ചെയ്യുക. വേദന വരുമ്പോൾ വേദന വരുന്നത് പുഷ് ചെയ്യാനാണ്. വേദന വരുന്നൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ആ വേദന വരുന്ന സമയത്ത് പുഷ് ചെയ്യുക, അതിന് മുന്നേ പുഷ് ചെയ്യരുത്. അത് കൊച്ചിൻ്റെ തലയുടെ ഷേപ്പൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വേദന വരുന്ന സമയത്ത് പുഷ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറയാനുള്ള പേടിയുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും ഫോൾസ് ലേബറിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിൽ പോകരുത്. എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ, നമുക്ക് എന്തെങ്കിലും കൂടുതൽ വേദന വന്നോ, ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലേ ഇത് ട്രൂ ലേബർ ആണെന്ന് തോന്നുകയാണെങ്കിൽ പോവുക. ഫോൾസ് ലേബർ ആണെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ട എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഫോൾസ് ലേബർ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. മറ്റെന്തെങ്കിലും ഷോ ആയിട്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് ആവുക, അല്ലെങ്കിൽ ഡിസ്ചാർജ് കൂടുകയോ വാട്ടർ ബ്രേക്ക് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ, വാട്ടർ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ വിതിൻ 24 hours നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ്. വിതിൻ 24 hours ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളത് മാത്രമല്ല, വിതിൻ 24 hours കൊച്ചിനെ പുറത്തെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ബ്ലഡ് ഡിസ്ചാർജ് ആഫ്റ്റർ 8 months നമുക്ക് തോന്നുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ സിംപിളി ഞാൻ പറഞ്ഞതാണ്, ഈ ട്രൂ ലേബർ അല്ല ഫോൾസ് ലേബറായിട്ട് 5 minute 10 minute ടൈമിങ് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ട്രാക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ 5 minute വന്നു, ഒന്നും ഇല്ല, നമുക്ക് പിന്നെ വേദനയില്ല, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ വേദന, അത് ഉറപ്പായിട്ടും ഫോൾസ് ലേബറാണ്. അല്ലെങ്കിൽ എഴുന്നേറ്റ് നടന്നു പിന്നെ വേദനയില്ല, ഫോൾസ് ലേബറാണ്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ കൺട്രാക്ഷൻ മാറുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ട്രൂ ലേബറാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ എൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിടാം കേട്ടോ. ഇപ്പം തീരെ ടൈമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു 37 weeks ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടയർഡ്നെസ് ആണ്, നമുക്ക് ഒട്ടും വയ്യ, നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് കറൻ്റ്ലി ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും സത്യം പറഞ്ഞാൽ ആക്ച്വലി നന്നായിട്ട് വയ്യ, നടക്കാൻ വയ്യ. നടന്ന് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഡൗൺ പ്രഷർ പോവുകയാണ്, നല്ല കൺട്രാക്ഷൻ ഇടയ്ക്ക് വരുന്നുണ്ട്, ഫോൾസ് ലേബർ നന്നാളം വരുന്നുണ്ട്. അപ്പോൾ ആ വെയിന് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് ഫോൾസ് ലേബർ എന്ന് പറയുമ്പോൾ വേദന കുറവായിരിക്കും, ചിലർക്ക് ആ ഫോൾസ് ലേബർ ആണെങ്കിൽ ഓരോ കൺട്രാക്ഷനും നല്ല പെയിൻഫുൾ ആയിരിക്കും. അങ്ങനെ അത് നമുക്ക് ഓരോ രീതിയിലാണ്, ഓരോരുത്തർക്ക് ഓരോ ബോഡിയാണ്, ഓരോ പ്രഗ്നൻസി എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി, ക്ഷീണം, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത്ര ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമ്പം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരത്തില്ല. ഇപ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൂ ലേബർ ആണെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ട്രൂ കൺട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോവുക. ഫോൾസ് ലേബർ ആണെങ്കിൽ പോകാതിരിക്കുക. കാരണം അവർക്ക് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. ഏത് ലേബർ പെയിൻ ആയിട്ട് വന്നാലും അവർ PV ചെയ്ത് നോക്കും. അകത്ത് ഉള്ളു പരിശോധന എന്ന് പറയും. ഉള്ളിൽ അവർ കൈവച്ച് നന്നാണ് അത് ഏത് സെൻറ്റിമീറ്ററായി എത്ര തവണ ആയിട്ടുണ്ട്, എത്ര ഡയലേഷൻ വന്നിട്ടുണ്ടെന്ന് അവർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ നല്ല ട്രൂ ലേബർ പെയിൻ ഉള്ളപ്പോൾ മാത്രം ഹോസ്പിറ്റലിൽ പോവുക. സംശയം വെക്കാതെ മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുക. അതല്ല ട്രൂ ലേബർ ആണെന്നുണ്ടെങ്കിൽ മാത്രം പോവുക. ഫോൾസ് ലേബർ ആണെങ്കിൽ അത് മനസ്സിലാക്കുക. പ്രാക്ടീസ് ചെയ്യുന്നതാണ്, പ്രാക്ടീസ് ലേബറാണ്, ബ്രാക്സ്റ്റൺ കിക്സ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം ഉറപ്പിച്ചിട്ട് അവനവൻ്റെ ഡിസിഷൻ എടുത്ത് വേണം പോകാൻ. അവനവൻ്റെ ഇഷ്ടമാണ്, അത് അവനൊരു ഡിസിഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ളവർ നമ്മുടെ വേദന ചോദിക്കും, അയ്യോ ഹോസ്പിറ്റലിൽ പോ, വേദനയാണെന്ന് തോന്നുന്നു, ബുദ്ധിമുട്ടാക്കരുത്, റിസ്ക് ആക്കരുത്, അങ്ങനെ കേട്ടപാടെ പോകരുത്. ഒന്നുമില്ല, ട്രാക്ക് ചെയ്യുക, ടൈം എഴുതിയെടുക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട്, 5 മിനിറ്റ് നിർത്താതെ അരമണിക്കൂറിൽ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ നടന്നിട്ടും വെള്ളം കുടിച്ചിട്ടും നടന്നിട്ടും ഇരുന്നിട്ടും ഒന്നും പോകുന്നില്ല, വേദന വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രൂ ലേബറാണ്, ഹോസ്പിറ്റലിൽ എത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നല്ല ടയേർഡാണ് ഞാനിപ്പോൾ, എനിക്ക് നന്നായിട്ട് വയ്യ. അപ്പോൾ അടുത്തൊരു ദിവസത്തേക്ക് ഇനി എപ്പോഴും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിക്ക് അടുത്ത ഓരോ സെക്കൻഡും ഞാനിങ്ങനെ കൺട്രാക്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോ എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഉടനെ തന്നെ ലേബർ റൂമിലേക്ക് പോകേണ്ട ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 37+ ആണ്.
അപ്പോൾ പ്രാർത്ഥിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുള്ളൊരു മോട്ടിവേഷൻ കേട്ടോ, മറ്റൊരു മോട്ടിവേഷനും ഇല്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലും നമ്മളിങ്ങനെ ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ, ഇഷ്ടം കൊണ്ട് മാത്രം, ഒരു പാഷൻ കൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല നല്ല കമൻസുകൾ, നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ഞാൻ തയ്യാറാണ്. മിസ്റ്റേക്സ് തിരുത്താൻ തയ്യാറാണ് എനി ടൈം. അപ്പോൾ പറഞ്ഞിടണം. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ വർക്കൗട്ടിനെ പറ്റിയോ ഒക്കെ ഞാൻ ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് ഫിറ്റ്നസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. അപ്പോൾ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇനിയുള്ള വീഡിയോസിൽ വരുന്നത്. ഇപ്പം കറൻ്റ്ലി 37 വീക്സ് പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ ഇനി ബേബി 3ാമത്തെ ആളാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൻ്റെ വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും ഒക്കെ നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ തുടർന്ന് അങ്ങനെയുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻസൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാ അമ്മമാരോടും ധൈര്യമായിട്ടിരിക്കുക ഞാൻ പ്രത്യേകം പറയുകയാണ്. അതൊരു വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരവസ്ഥയാണ്, അനുഭവമാണ്. അത് നന്നായി എൻജോയ് ചെയ്യുക. കുഞ്ഞ് വേദനയെടുത്ത് കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ നല്ല കണ്ണ് തുറന്ന് കാണുക, സന്തോഷത്തോടെ കാണുക. ആ ഒരു മൊമെൻറ്റ് പിന്നീട് നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നൊരു പ്രൗഡായിട്ടുള്ളൊരവസ്ഥയുണ്ട്. ആ ഒരു നിമിഷം എൻജോയ് ചെയ്യുക. അത് മാത്രമല്ല, ഇതെല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയ ഇപ്പോൾ ഒരു അനുഗ്രഹമല്ല. അത് കിട്ടുന്ന അനുഗ്രഹം നമ്മൾ അത്ര എൻജോയ് ചെയ്യണം. അപ്പോൾ ആ ഒരു ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ ആ ഒരു അവസ്ഥകൾ നമ്മൾ കടന്നുപോയി നമ്മളൊരു അമ്മയാവുമ്പോൾ നമുക്ക് ആ വേദന നമ്മൾ ഉണ്ടായത് നമ്മളത് ഷെയർ ചെയ്യണം. അത് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനോടാണെങ്കിലും എനിക്ക് ഇങ്ങനെ പോലെ സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വേദന എടുത്തു എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരെന്നാലേ നമുക്ക് ആ ഒരു കഷ്ടപ്പാടിലൂടെ അവരും ഇതാവുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ കൂടെ ഓടി നടക്കുന്ന സമയത്ത് 2ാമത്തെ കുഞ്ഞാണെങ്കിലും ആദ്യത്തെ കുഞ്ഞാണെങ്കിലും ആരും ഓടി നടന്നാലും എൻ്റെ അടുത്ത് വന്ന് ഇടിയും ചവിട്ടും കുത്തും എല്ലാം ഉണ്ട്. ഓടി ദേഹത്തോടെ നടക്കുമ്പോൾ ഒക്കെ ഞാൻ പറയും, കുഞ്ഞു ബേബി ചവിട്ടുന്നുണ്ട് മാനെ, അമ്മയ്ക്ക് വേദന എടുക്കുന്നുണ്ട്, വയ്യാന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും കേട്ടോ. അന്നേരപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ ശല്യപ്പെടുത്തത്തില്ല. അതുകൊണ്ട് അവരോടും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് കവർ ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പം എല്ലാ അമ്മമാർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ ആശംസകളും. അപ്പോൾ ടേക്ക് കെയർ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.